ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. 21 ദിവസത്തെ സെൽഫ് ലവ് മിറർ വർക്കിൻ്റെ ഡേ 7ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രാക്ടീസ് ലവിങ് യുവർ സെൽഫ് എ റിവ്യൂ ഓഫ് ഫസ്റ്റ് വീക്ക്. നമ്മൾ ആദ്യത്തെ ആഴ്ച ചെയ്ത, അതായത് കഴിഞ്ഞ 6 ദിവസം ചെയ്ത വർക്കിനെ അവലോകനം ചെയ്യുകയാണ് ആദ്യമായി ഇവിടെ ചെയ്യുന്നത്. മിറർ വർക്ക് ചെയ്യാനായിട്ട് ധാരാളം സമയം വേണം. എന്നിട്ടും സ്വന്തം പുരോഗതിക്ക് വേണ്ടിയിട്ട് ഈ ഒരു പ്രാക്ടീസ് ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. നിങ്ങൾക്ക് നിങ്ങളെ കണ്ണാടിയിൽ കാണുമ്പോൾ വിമർശിക്കാൻ തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഉടനെ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് ഐ ലവ് യു എന്ന് പേര് വിളിച്ച് പറയുക. നിങ്ങൾക്ക് ഒരു ദിവസത്തിൽ എത്രമാത്രം സമയം കണ്ണാടിയുടെ മുൻപിൽ ഇരുന്നിട്ട് പോസിറ്റീവായിട്ടുള്ള സെൽഫ് ടോക്ക് നടത്താൻ കഴിയുന്നുവോ അത്രയും ആത്മവിശ്വാസം നിങ്ങളിൽ വർദ്ധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകുകയും ചെയ്യും. ഇനി ഡേ 7 മിറർ വർക്ക് എക്സസൈസ് ആണ്. കണ്ണാടിയുടെ മുൻപിൽ നിൽക്കുക, ശേഷം കണ്ണുകളിലേക്ക് നോക്കുക, എന്നിട്ട് പറയുക, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ശരിക്കും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈ മിറർ വർക്ക് ചെയ്യുന്ന നിന്നിൽ ഞാൻ അഭിമാനിക്കുന്നു. നിങ്ങളുടെ പേര് ചേർത്ത് 10 തവണ റിപ്പീറ്റ് ചെയ്യുക. ഉദാഹരണത്തിന്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ആശ, ശരിക്കും സ്നേഹിക്കുന്നു. മിറർ വർക്ക് ചെയ്യുന്ന നിന്നെ ഞാൻ അഭിനന്ദിക്കുന്നു. അതിനുശേഷം കണ്ണാടിയിൽ നോക്കി തന്നെ നിങ്ങളുടെ നെറ്റിയിൽ ഒരു ബട്ടൺ ഉണ്ടെന്ന് സങ്കല്പിക്കുക. എന്നിട്ട് അതിൽ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കഴിഞ്ഞ കാല ജീവിതത്തിലുണ്ടായ ആവശ്യമില്ലാത്ത വിശ്വാസങ്ങൾ സ്റ്റോർ ചെയ്തു വെച്ച ഒരു CD പ്ലേ ചെയ്യുകയാണ് എന്ന് സങ്കല്പിക്കുക. എന്നിട്ട് നിങ്ങളുടെ കൈകൊണ്ട് ആ CDയെ തലയിൽ നിന്ന് വലിച്ചെടുത്ത് ദൂരേക്ക് എറിയുന്നതായി സങ്കല്പിക്കുക. ശേഷം നിങ്ങളുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചിട്ട് നോക്കിയിട്ട് എന്നിട്ട് പോസിറ്റീവ് അഫർമേഷൻ്റെ ഒരു പുതിയ CD ഉണ്ടാകുന്നതായി മനസ്സിൽ നിങ്ങൾ കാണുക. പുതിയ CDയിൽ ഈ അഫർമേഷൻ റെക്കോർഡ് ചെയ്യുക. കഴിഞ്ഞ എല്ലാ നെഗറ്റീവ് ബിലീഫിനെയും സംഭവങ്ങളെയും വിട്ടുകളയാൻ ഞാൻ തയ്യാറാണ്. ഞാൻ എന്നെ സ്നേഹിക്കാൻ അർഹനാണ്. ഞാൻ ഇപ്പോൾ എങ്ങനെയാണോ ആ രീതിയിൽ ഞാൻ പെർഫെക്റ്റ് ആണ്. ഇനി ജേർണലിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ നോട്ട്ബുക്ക് എടുക്കുക. അത് തുറന്ന് നിങ്ങൾ 1ാമത്തെ ദിവസം എഴുതിയ കാര്യമുണ്ടല്ലോ അതെടുക്കുക. രണ്ടാമതായിട്ട് നിങ്ങൾ 1ാം ദിവസം എഴുതിയ നിങ്ങളുടെ ഫീലിങ്സും ഒബ്സർവേഷനും വായിക്കുക. മൂന്നാമതായിട്ട് ഒരു പുതിയ പേജ് എടുക്കുക. അതിൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ഫീലിങ്സും ഒബ്സർവേഷനും എന്താണെന്ന് എഴുതുക. ഇനി 4ാമതായിട്ട് മിറർ വർക്ക് ചെയ്യുമ്പോൾ ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് സക്സസ് തോന്നിയത്, അതുപോലെ എവിടെയാണ് കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത് എന്നെഴുതുക. 5ാമതായിട്ട് ഈ ബുദ്ധിമുട്ടുകൾ മാറ്റാനായി ചില അഫർമേഷനുകൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുക. 7ാം ദിവസത്തെ ഹൃദയചിന്ത എന്ന് പറയുന്നത്, ഓൾ മൈ എക്സ്പീരിയൻസ് ആർ റൈറ്റ് ഫോർ മീ. എൻ്റെ എല്ലാ അനുഭവങ്ങളും എനിക്ക് ഉത്തമമായിട്ടുള്ളവയാണ്. ഈ ഒരു കാര്യം എല്ലാവരും മനസ്സിൽ ഉറപ്പിക്കുക. ജീവിതത്തിൽ നമ്മൾ എന്താണോ നേടേണ്ടത് അതിനു വേണ്ടിയുള്ള ബുദ്ധിയും അറിവും നമ്മളിലുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുക. അപ്പോൾ ജീവിതം നമ്മുടെ വിജയത്തിനായി, നേട്ടങ്ങൾക്കായി കൂടെ നിൽക്കുക തന്നെ ചെയ്യും. ഇനി ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക. ടുഡേ ഈസ് എ ന്യൂ ഡേ. ഇന്നൊരു പുതിയ ദിവസമാണ്. വി വിൽ ഹാവ് മെനി വണ്ടർഫുൾ ന്യൂ എക്സ്പീരിയൻസ്. നമ്മൾക്ക് വളരെ അത്ഭുതകരമായ പുതിയ അനുഭവങ്ങൾ ഉണ്ടാവും. വി ആർ ലവ്ഡ്. നമ്മൾ സ്നേഹിക്കപ്പെടുന്നു. നമ്മൾ എല്ലാവരാലും സ്നേഹിക്കപ്പെടുന്നു. വി ആർ സേഫ്. നമ്മൾ സുരക്ഷിതരാണ്. ഇനി മെഡിറ്റേഷനാണ്. ഈ മെഡിറ്റേഷൻ രാത്രി ഉറങ്ങുന്നതിന് മുൻപായിട്ട് ചെയ്യുക. ശാന്തമായിരിക്കുക. ഞാൻ ഒരാത്മാവാണ്. ഈ ലോകത്തെ രക്ഷിക്കാൻ കഴിയുന്നത് നമുക്ക് മാത്രമാണ്. ഈ പ്രത്യേക കാരണത്തിന് വേണ്ടി ഒരു ഉത്തരം കിട്ടാനായി നമ്മളെല്ലാവരും ഒരുമിക്കുന്നത്. നമ്മൾ
ഓർമ്മിക്കണം, ശരീരത്തിനും വ്യക്തിത്വത്തിനും രോഗങ്ങൾക്കും കഴിഞ്ഞ കാലത്തിനുമപ്പുറം നമ്മൾക്കൊരാത്മാവുണ്ട്, അനശ്വരമായ ഒരാത്മാവ്. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്നത് നമ്മളെ സ്നേഹിക്കാനും മറ്റുള്ളവരെ സ്നേഹിക്കാനുമാണ്. നമ്മളെയും മറ്റുള്ളവരെയും സ്നേഹിക്കുമ്പോൾ നമ്മളെയും ഈ ഭൂമിയെയും ഹീൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഒരു പ്രത്യേക കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. കഷ്ടപ്പാടുകളുണ്ടെങ്കിലും ഈ കാലവും കടന്നു പോകും. ആത്മീയമായി നോക്കിയാൽ നമ്മളെല്ലാവരും ഒന്നാണ്. നമ്മളെല്ലാം സ്വതന്ത്രരാണ്. അതെ, അതങ്ങനെ തന്നെയാണ്. ഇന്നത്തെ മെഡിറ്റേഷൻ അവസാനിച്ചിരിക്കുന്നു. നാളെ വീണ്ടും അടുത്ത ദിവസത്തെ പ്രാക്ടീസുമായി വരാം. താങ്ക് യു ഓൾ.